വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ദിസ് ഇസ് മുഹമ്മദ് ഷാജു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോഗും ബ്ലേബും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ ഇത് രണ്ടാണ്, എന്തെല്ലാമാണ് ഇത്. അതുപോലെ തന്നെ ഇത് എക്സാമിനേഷൻ കഴിഞ്ഞ തവണ നമ്മുടെ ഫസ്റ്റ് ടേമിൽ എക്സാമിനേഷന് ചോദിച്ച ചോദ്യമാണ്. സോ എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ എഴുതേണ്ടത്, കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. വേഗം നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. ആദ്യം തന്നെ ബ്ലേബ് റൈറ്റിംഗ് ആണ് നമ്മൾ പറയുന്നത്. ബ്ലേബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ബുക്ക് ബ്ലേബ് ആണ്. ബുക്ക് ബ്ലേബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുസ്തകത്തിന്റെ പുറകിൽ ഇതാ ഇങ്ങനെ കാണാറുണ്ട്, പുസ്തകത്തെക്കുറിച്ച് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കാണാറുണ്ട് അല്ലെ, ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ബുക്ക് ഓഫ് ഫിലിം ഓർ അതർ പ്രോഡക്ട്സ് റിട്ടൺ ഓൺ ദ പ്രൊമോഷണൽ പർപ്പസ്. ഒരു പ്രൊമോഷണൽ പർപ്പസ്, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് വായിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആളുകളെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ എഴുതി വെക്കുന്നതാണ് ഈ പറയുന്ന ഈ ബ്ലേബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് നമ്മൾ എന്തൊക്കെയാണ് എഴുതേണ്ടത്? ടെക്സ്റ്റ് നമ്മോട് പറയാണ് ഓപ്പൺ വിത്ത് എ കാച്ചി സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ തുടങ്ങുന്നത് എപ്പോഴും ഒരു കാച്ചി സ്റ്റേറ്റ്മെന്റോട് കൂടിയായിരിക്കണം. എന്ന് വെച്ചാൽ ആളുകളെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടി ആയിരിക്കണം. അപ്പീൽസ് ടു ദ റീഡേഴ്സ് ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ വായനക്കാരന്റെ ഒരു താല്പര്യം പിടിച്ചു പറ്റുന്നതായിരിക്കണം. ഏർജസ് ദ റീഡർ ടു ബൈ ഓർ റീഡ് ദ ബുക്ക്, അത് പുസ്തകം വായിക്കാനോ അല്ലെങ്കിൽ വാങ്ങിക്കാനോ ആളുകളെ പ്രേരിപ്പിക്കുന്നതാവണം. ഗിവ് നെസസറി ഇൻഫർമേഷൻ അബൌട്ട് ദ ഓതർ, പബ്ലിഷർ, ഇയർ ഓഫ് പബ്ലിക്കേഷൻ എക്സെട്ര. നിങ്ങൾക്ക് അവിടെ ഓതറിനെ കുറിച്ച് പറയാം, അതുപോലെ തന്നെ പബ്ലിക്കേഷൻസിനെ കുറിച്ച് പറയാം, ഇയർ ഓഫ് പബ്ലിക്കേഷൻ പറയാം, അതുപോലെ ഡിസ്ക്രൈബ് ഇൻ അപ്പിയേഴ്സ് ഷോർട്ട് ആൻഡ് ഡ്രമാറ്റിക്. ഓക്കെ, ഡിസ്ക്രൈബ് ഇൻ എ സിമ്പിൾ ഡയറക്റ്റ് ലാംഗ്വേജ് വേർ ദ സ്റ്റോറി ബിഗിൻസ്, എവിടെ കഥ തുടങ്ങുന്നു, അല്ലെങ്കിൽ ആ ഒരു കഥയുടെ ചെറിയൊരു എന്താ പറയാ ചെറിയൊരു കാര്യം നമ്മൾ പറഞ്ഞു വെക്കുകയാണെങ്കിൽ എപ്പോഴും വളരെ എന്ന് വെച്ചാൽ ആളുകൾക്ക് അത് വായിക്കാൻ തോന്നണം. ബാക്കി കൊള്ളാം, ഇത് വായിക്കണം എന്ന് തോന്നുന്ന തരത്തിൽ അതിന്റെ സർക്കംസ്റ്റൻസസ്, അതുപോലെ തന്നെ സോഷ്യോ കൾച്ചറൽ റിലവൻസ്, എവിടെയാണ് സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. പ്രിപ്പയർ എ ബ്ലേബ് ഓഫ് ദ ഷോർട്ട് സ്റ്റോറി ടെക്സ്റ്റ്. പ്രിപ്പയർ എ ബ്ലേബ് ഫോർ ദ ഷോർട്ട് സ്റ്റോറി ടെക്സ്റ്റ് മാച്ച് ബോക്സ് റിട്ടൺ ബൈ ആശാ പൂർണാദേവി. നമുക്കറിയാം മാച്ച് ബോക്സ് എഴുതിയത് ആശാ പൂർണാദേവിയാണ്. അതിന്റെ ഒരു ബ്ലേബ് നമ്മൾ എങ്ങനെ എഴുതുന്നു? ആദ്യം തന്നെ ആശാ പൂർണാദേവി, മാച്ച് ബോക്സ് ആയ ആശാ പൂർണാദേവി. ഇറ്റ് ഈസ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ആശാ പൂർണാദേവി. ദ തീം ഇസ് തോട്ട് പ്രൊവോക്കിംഗ്, ചിന്തിപ്പിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ഇനിയോ നോമിറ്റ ഇസ് ദ മെയിൻ ക്യാരക്ടർ. അജിത് ഇസ് ഹർ ഹസ്ബൻഡ്. Nomita's life is compared to a matchbox. Ajit's very unkind and cruel towards her. The language used is powerful. It is the masterpiece of the author, a must-read story. Matchbox is originally written in Bengali. അപ്പൊ നമുക്കറിയാവുന്ന ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ അവിടെ എഴുതി വെക്കുന്നു, സിമ്പിൾ ലാംഗ്വേജിൽ എഴുതി വെക്കുന്നു. ആളുകളെ പെർസീവ് ചെയ്യുന്ന രീതിയിൽ, വായിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന രീതിയിൽ എഴുതുന്ന ഈ ഒരു പരിപാടിയാണ് നമ്മുടെ ബ്ലേബ് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, 6 മാർക്കിന് ചോദിക്കും, നമുക്ക് എഴുതാം. നെക്സ്റ്റ് വ്ളോഗാണ്. നിങ്ങൾക്ക് വ്ളോഗ് അറിയാം അല്ലെ. അതുപോലെ തന്നെ നമ്മൾ എഴുതുമ്പോൾ അതിനെ വ്ളോഗ് എന്ന് പറയും. നമുക്ക് കാച്ചി ഹെഡിങ് കൊടുക്കുക, അതുപോലെ തന്നെ നെയിം ഓഫ് ദ ബ്ലോഗ് എഴുതുന്ന ആളെ പേര്, ഡേറ്റ് എഴുതുക, നേരെ എന്നുള്ളതിലേക്ക് വരിക. യു ആർ എ ഫ്രണ്ട് ഓഫ് ദ അമിഗോ ബ്രദേഴ്സ് ആൻഡ് യു വിറ്റ്നസ് ദ കോൺടെസ്റ്റ് ബിറ്റ്വീൻ ദം വിത്ത് ഗ്രേറ്റ് എക്സൈറ്റ്മെന്റ്. ഓക്കെ, പ്രിപ്പയർ എ ബ്ലോഗ് എൻട്രി ഡിസ്ക്രൈബിംഗ് ദ കോൺടെസ്റ്റ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് പറയാം, അത് തന്നെ ഹെഡിങ് എഴുതി എ സ്റ്റണ്ണിംഗ് പെർഫോമൻസ് ബൈ അമിഗോ ബ്രദേഴ്സ്, ഒരു ഹെഡിങ് കൊടുത്തു. താഴെ ആരാണ് എഴുതുന്നത് അല്ലെ, അയാളുടെ പേര് എഴുതി ബൈ ജോയ് പീറ്റർ, ദെൻ ഡേറ്റും കൊടുത്തു. എന്ന ശേഷം ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഈവനിങ് ഫോർ ദ ഓഡിയൻസ് അറ്റ് ദ ടോംസ്കിൻ സ്ക്വയർ പാർക്ക്, ലൈക്ക് എ ഡയറി. നമുക്ക് സംഭവം പറയാം. ഓക്കെ, നമ്മൾ ആ ഒരു പരിപാടി കണ്ടത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡോക്യുമെന്റ് ചെയ്യുന്നു. ഇത്രയാണ് എവറിബഡി. ഡയറി നമ്മളോട് മാത്രമാണ് പറയുന്നത്, ഇത് നമുക്കൊരു ഓഡിയൻസിനോടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എവറിബഡി പ്രസൻസ് വേർ witness the stunning performance of Amigo Brothers. The fight between Antonio Cruz and Felix Vargas was fixed in Tompkins Square Park. The park was crowded even before the scheduled time. The game started at 2 o'clock. When the both fighters arrived at the ring, the audience welcomed them with great applause. Okay, then Felix was escorted by a dozen fans in the white t-shirts. Antonio was too escorted with a guided in the grand manner. At first, the referee gave the instructions. When the fight began, they attacked each other with strong blows and punches. The crowd was vibrant and enthusiastic. In the beginning, when the fight was about to finish, they were worried. It was because of the fighters' savage attack. എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ അതിനെ കുറച്ചുകൂടെ ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് നമുക്കൊരു തുടക്കം, അതുപോലെ ഒരു പ്രോഗ്രസ്, അവസാനിപ്പിക്കാൻ നോക്കുക. They knew that they would always be the champions. The crowd of the Tompkins Square Park witnessed the true friendship of these two boxers എന്ന് നമുക്ക് ഇവിടെ അവസാനിപ്പിച്ചു. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ അവസാനിപ്പിക്കാം. ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. 2 പേരുകൾ തമ്മിൽ നിങ്ങൾ മാറിപ്പോകരുത്. ഒന്ന് ബ്ലേബ് ആണ്, ഓക്കെ, മറ്റൊന്ന് ബ്ലോഗാണ്. ബ്ലോഗ് പറയുമ്പോൾ വ്ളോഗ് ആലോചിക്കുക, എഴുതുന്ന പരിപാടിയാണ് എന്ന് ആലോചിക്കുക. ബ്ലേബും പറയുമ്പോൾ പുസ്തകത്തിന്റെ പുറകിലുള്ളതാണ് എന്ന് ആൻസേഴ്സ് തെറ്റിക്കാതെ അടിപൊളിയാക്കി എഴുതണം. താങ്ക് യു.